സൂര്യന്റെ ചൂടേറ്റ് വിഷമിക്കുന്നത് കണ്ടപ്പോൾ കൃപാലുവായ ദൈവം, ആമേൻ ഹല്ലേലൂയ, സ്നേഹമുള്ള ദൈവം അവന് വിശ്രമിക്കുവാൻ വേണ്ടി ഒരു ആവണക്കിനെ മുളപ്പിച്ചു. ആ ആവണക്കിനെ വളർത്തി ഇവൻ ആ ആവണക്കിന്റെ ചുറ്റിൽ അല്ലെങ്കിൽ അതിന്റെ ചുവട്ടിൽ ഇരുന്ന് വിശ്രമിക്കുവാൻ ഇടയായി തീർന്നു. പക്ഷെ ബൈബിളിൽ ഇങ്ങനെ ഒരു വചനം എഴുതി വയ്ക്കേണ്ടി വന്നു: അവൻ ആവണക്കിൽ സന്തോഷിച്ചു, ദൈവത്തിൽ സന്തോഷിച്ചില്ല. ആമേൻ ഹല്ലേലൂയ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ഒരു ദോഷവും നിനക്ക് ഭവിക്കയില്ല എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തെ അവൻ മറന്നിട്ട് അവന് തണലേകുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കി കൊടുത്ത ആ ആവണക്കിൽ അവൻ സന്തോഷിച്ചപ്പോൾ, ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി എന്തെന്നറിയാമോ? ദൈവത്തിൽ സന്തോഷിക്കുക എന്നുള്ളത്. ഹലോ, ദൈവത്തെ സന്തോഷിപ്പിക്കുക. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രവൃത്തി ദൈവത്തെ ഉയർത്തുക, ദൈവത്തെ പുകഴ്ത്തുക. സ്വർഗത്തിൽ ഉയർന്നു വരുന്ന ആരാധനയുടെ വരികൾ അതാണ്: നീ പരിശുദ്ധൻ, 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 നീ മഹോന്നതൻ, മഹോന്നതൻ, നീ ആയിരങ്ങളിൽ ഉന്നതൻ. ഇത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് പ്രിയരെ, യഹോവയെ സ്തുതിപ്പിൻ, 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 സ്തുതിപ്പിൻ എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏതുവരെ എല്ലാ കാലത്തും യഹോവയെ സ്തുതിപ്പിൻ, എല്ലാ കാലത്തും യഹോവയെ സ്തുതിപ്പിൻ. കാരണം ദൈവ സ്തുതി ഇഷ്ടപ്പെടുകയാണ്. ആമേൻ ഹല്ലേലൂയ. അവൻ സ്തുതിക്ക് യോഗ്യനാണ്, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ആമേൻ ഹല്ലേലൂയ. എപ്പോഴും ദൈവത്തെ കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ പ്രിയരെ, ദൈവം സൃഷ്ടിച്ച നിന്നെ കുറിച്ച് നീ നല്ലത് മാത്രം പറയുക. നിന്റെ നാളെയെ കുറിച്ച് നീ നല്ലത് മാത്രം ചിന്തിക്കുക. നിന്റെ നാളെയെ കുറിച്ച് നീ നല്ലത് മാത്രം പറയുക. ആമേൻ ഹല്ലേലൂയ. ഒന്ന് ഞാൻ പറയട്ടെ, നിന്നെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന, ആമേൻ ഹല്ലേലൂയ, പ്രവാചകന്മാരുടെ വാക്കല്ല നീ വിശ്വസിക്കേണ്ടത്. നിന്നെ കുറിച്ച് നാളെയുടെ പ്രത്യാശയുടെ വാഗ്ദത്തങ്ങൾ തന്ന ദൈവത്തെയാണ് നീ വിശ്വസിക്കേണ്ടത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പാൾ ഒരു സാക്ഷ്യം പറഞ്ഞു: നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കാത്തുകൊള്ളു. ആമേൻ ഹല്ലേലൂയ. ഇവിടെ നിന്ന് ബസ് കയറ്റി യാത്രയാക്കി വിടുന്നത് പോലെ അല്ല ദൈവം എന്റെ കൂടെ യാത്ര ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് എന്റെ കൂടെ വരാൻ പറ്റത്തില്ല, അവൾ പ്രാർത്ഥിച്ചോളാം എന്ന് പറയും. എന്റെ കൂടെയുള്ള പ്രവർത്തകർക്ക് എന്റെ കൂടെ വരാൻ പറ്റത്തില്ല, നിങ്ങൾക്കാർക്കും എന്റെ കൂടെ വരാൻ പറ്റത്തില്ല. നിങ്ങളൊക്കെ പറയുന്ന ഒരു പദമുണ്ട്: ആമേൻ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം പാസ്റ്റർ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. പക്ഷേ ദൈവം പറയുന്നത് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നല്ല പറയുന്നത്, നിന്റെ കൂടെ ഞാൻ വരികയാ. എന്നിട്ട് നീ പോകുന്നിടത്തൊക്കെ നിന്നെ ഞാൻ കാത്തുവല്ലോ. ആപത്തിലുള്ളവരല്ല നിങ്ങൾ, ദൈവത്തിന്റെ പദ്ധതിക്കുള്ളവരാ നിങ്ങൾ. ആപത്തിലുള്ളവരല്ല നിങ്ങൾ, ദൈവത്തിന്റെ പദ്ധതിക്കുള്ളവരാ നിങ്ങൾ. ഇത് പറയുമ്പോൾ